Hello viewers, ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു കോട്ടൺ കുർത്തി ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് ഭയങ്കര എല്ലാവർക്കും വളരെയധികം ഇഷ്ടമായിട്ട് നമുക്ക് ഭയങ്കര സെയിലായിരുന്നു ആ ഒരു റെഡ് കളർ കോട്ടൺ കുർത്തി. അതോടൊപ്പം തന്നെ ജോർജറ്റ് സോൾഡ് ഔട്ടായി. ഇത്തവണയും കുറച്ച് പേർക്ക് കൊടുക്കാൻ പറ്റിയില്ല. പക്ഷെ ആരും വിഷമിക്കേണ്ട, ആ കിട്ടാത്തവർ ഉറപ്പായിട്ട് നിങ്ങൾ വിഷമിക്കരുത്. ഒരു തവണ കിട്ടില്ല എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് വിഷമിക്കരുത്. കാരണം പഴയ സംഭവങ്ങളെല്ലാം നമ്മൾ ഇങ്ങനെ പതിയെ ഇങ്ങനെ ക്ലിയർ ചെയ്ത് വരുവാണ്. ഉറപ്പായിട്ട് നെക്സ്റ്റ് മന്ത് മുതൽ ഫുൾ ആയിട്ട് തന്നെ ക്ലിയർ ചെയ്യും. അതിൽ ഒരു മാറ്റമില്ല, ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഈ ഒരു മാസം തീരാനായിട്ട് വളരെ കുറച്ച് ദിവസങ്ങളല്ലേ ഉള്ളൂ. അപ്പൊ ആ ഒരു ദിവസം കൊണ്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം. എന്നാലും നമ്മുടെ കഴിവിന്റെ പരമാവധി ക്വാണ്ടിറ്റി തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കാനായിട്ട് പോകുന്നത് കോട്ടൺ കുർത്തിയാണ്. കഴിഞ്ഞ ദിവസം ഇട്ടതിന് തന്നെ സെയിം പാറ്റേൺ തന്നെയാണ്, പ്രിന്റിൽ വരുന്നതും കളർ ചേഞ്ചും ആണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഈ ഒരു കുർത്തിന്റെ പ്രത്യേകത ഞാൻ പറയാം. ത്രീ പീസ് പാനലാണ്, സൈഡ് സ്ലിറ്റ് ആണ്, ടോപ്പ് വിത്ത് ലൈനിങ് ആണ്. അപ്പൊ നമുക്ക് ഡെയിലി വെയർ ആയിട്ടും ഓഫീസ് വെയർ ആയിട്ടൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ക്ലൈമറ്റിലൊക്കെ ഇടാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് കുർത്തി. ബഡ്ജറ്റ് ബൈയിലാണ് ഈ ഒരു കുർത്തി വന്നിട്ടുള്ളത്. അപ്പൊ ഇനി നമുക്ക് അതിന്റെ ഡീറ്റെയിൽ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ കുർത്തിന്റെ ക്ലോസ് വ്യൂ എന്ന് പറയുന്നത്. ഈ ഒരു കുർത്തിയിൽ ഫുള്ളായിട്ട് ഈ ഒരു പ്രിന്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. നല്ല പ്യോർ കോട്ടൺ ആണ് വന്നിട്ടുള്ളത്. നെക്കിലും ഈ ഒരു സെൻട്രലല്ലോ ഒന്നും കൂടി കാണിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കുർത്തിന്റെ വ്യൂ എന്ന് പറയുന്നത്. ഈ ഒരു കുർത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 പീസ് പാനലാണ്. ഇവിടെ ഒരു പാനലുണ്ട്, ഇവിടെ ഒരു പാനലുണ്ട്, ഇവിടെ ഒരു പാനലുണ്ട്. ആ ഒരു പാനൽസ് ഫുൾ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് ഇതുപോലെ തന്നെ പൈപ്പിംഗ് താഴെ അറ്റം വരെ നമ്മൾ ഇതുപോലെ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ രണ്ട് സൈഡിലായിട്ട് നമ്മൾ ഇത്രയധികം പൈപ്പിംഗ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. നമ്മുടെ പൈപ്പിംഗ് കഴിഞ്ഞിട്ടില്ല. നെക്കിൽ ഇതുപോലെ തന്നെ പൈപ്പിംഗ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. നെക്കൊക്കെ നല്ലതാട്ടോ, ഒരുപാട് ഇറങ്ങിയിട്ടുള്ള നെക്കല്ല. അതുപോലെ തന്നെ സ്ലീവിൻ്റെ എൻഡ് പാർട്ടിലും പൈപ്പിംഗ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ശരിക്കും ഈ കുർത്തീസൊക്കെ ഇറങ്ങാൻ ഇത്രയും ടൈമും ക്വാണ്ടിറ്റി കുറയുന്നതിൻ്റെ ഒരു റീസൺ ഇതാണ്. ഇതൊക്കെ ഒത്തിരി ടൈം എടുത്ത് ചെയ്യുന്നതാണ്. അപ്പം എല്ലാവരും ചെയ്യുന്നതിലൊരു ലിമിറ്റേഷൻ ഉണ്ടല്ലോ, ഒരാൾക്ക് ഇത്ര നമ്പേഴ്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അത് കാരണമാണ് നമ്മുടെ ശരിക്കും പ്രൊഡക്ഷൻ ഇങ്ങനെ ക്വാണ്ടിറ്റി അധികം ഇറങ്ങാത്തത്. പക്ഷെ ഇപ്പം നമ്മൾ പിന്നെയും നമ്മുടെ വർക്കേഴ്സിനെയൊക്കെ നമ്മൾ പിന്നെയും കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് തന്നെ നിങ്ങൾക്ക് ഉടനെ തന്നെ ക്വാണ്ടിറ്റി ഇറങ്ങുമ്പോൾ ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി തുടങ്ങും. അതുകൊണ്ട് നമുക്ക് എന്തായാലും കുറച്ച് സമയം കൂടി ഒന്ന് തരണം. പക്ഷെ എന്നിരുന്നാലും എല്ലാ കളക്ഷൻസും മാക്സിമം എല്ലാവരിലേക്കും എത്തിക്കും. ചാറ്റ്സ് എല്ലാം പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്യും. പിന്നെ ഇന്നത്തെ കാര്യം കൂടി പറയാൻ പറഞ്ഞു. ഇന്ന് ശരിക്കും എല്ലാവരുടെയും ചാറ്റ് എടുത്ത് കുറച്ച് ലേറ്റ് ആയിട്ടാണ്. കാരണം നമുക്ക് പെൻഡിങ് എല്ലാം പാക്ക് ചെയ്യാനുള്ള എല്ലാം സോർട്ട് ചെയ്യാനായിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നിട്ടാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് രാവിലെയുള്ള ചാറ്റ്സ് കുറച്ച് ഡിലേ ആയിട്ടാണ് എടുത്തത്. പക്ഷെ എന്നിരുന്നാലും അവർ മാക്സിമം ചാറ്റ് എല്ലാം ക്ലിയർ ചെയ്യാറുണ്ട്. പക്ഷെ ചാറ്റ് പിന്നെയും കണ്ടിന്യൂസ് വരുമ്പോഴാണ് ഈ പ്രശ്നം. ഇപ്പം നമുക്ക് ഒരു 100-200 മെസ്സേജസ് ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തീർക്കാൻ പറ്റും. പക്ഷെ നമുക്ക് 1000+ അല്ലെങ്കിൽ 2000+ അങ്ങനെ നമുക്ക് ചാറ്റ് വരുമ്പോഴത്തേനും ശരിക്കും നമ്മൾ ആ ഒരു ഇത് ക്ലിയർ ചെയ്ത് വരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അതുകൊണ്ടുള്ള പ്രശ്നമാണ്. നമ്മുടെ ഓൺലൈൻ ടീം തന്നെ ഇപ്പോൾ സെപ്പറേറ്റ് ആയിട്ടുണ്ട്, നേരത്തെ പോലെ തന്നെ. പിന്നെയും നമ്മൾ 1-2 പേരെയും കൂടി ഓൺലൈനിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം ഉടനെ തന്നെ നമ്മളിത് സോർട്ട് ഔട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ കുർത്തിൻ്റെ ഓപ്പൺ വ്യൂ എന്ന് പറയുന്നത്. ഭയങ്കര സുഖമുള്ള മെറ്റീരിയൽ, മീൻസ് നല്ല സുഖമുള്ള ഒരു കോട്ടൺ ആണ്. കോട്ടണിൽ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ലെങ്ത് വന്നിട്ട് 47 വരുന്നുണ്ട്. സൈഡ് സ്ലിറ്റ് ആണ്, വിത്ത് ലൈനിങ്ങിലാണ് വരുന്നത്. ഇത് വന്നിട്ട് 3 പീസ് പാനലാണ്. അതുപോലെ തന്നെ ഈ ഒരു കുർത്തിന്റെ ബാക്ക് പാർട്ട് ഇതുപോലെയാണ് വരുന്നത്. നല്ല ഭംഗിയുള്ള പ്രിന്റ് ആട്ടോ. സ്ലീവ് കൊണ്ട് 3/4 സ്ലീവ് ആണ് വരുന്നത്. സ്ലീവിന്റെ എൻഡ് പാർട്ടിൽ ഇതുപോലെ തന്നെ പൈപ്പിംഗ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഒന്നെങ്കിൽ നമുക്കിത് പലാസോൻ്റെ കൂടെ വെയർ ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് സ്ട്രെയിറ്റ് ബോട്ടോ സിഗരറ്റ് ബോട്ടോ ഒക്കെ നല്ല ഭംഗിയായിരിക്കും. ഇതിന്റെ കൂടെ ലൂസ് ബോട്ടോ ആണെങ്കിൽ പോലും ഭയങ്കര ഭംഗിയായിരിക്കും കേട്ടോ. നമുക്ക് ദുപ്പട്ട വെച്ചിട്ട് ഇടാം, ഇല്ല ഇതുപോലെയാണ് വരുന്നത്. കുർത്തിന്റെ വ്യൂ. നെക്കൊക്കെ കണ്ടോ, ഒരുപാട് ഇറങ്ങിയിട്ടില്ലാത്ത നെക്കാണ്. ഒരുപാട് ഇറക്കുമ്പോൾ എല്ലാവരും പറയും ഒരൽപ്പം കയറ്റും, എന്നാൽ നെക്ക് കുറയ്ക്കുമ്പോൾ എല്ലാവരും പറയും ഇതെന്താ നെക്ക് ഇങ്ങനെ ഇരിക്കണേന്ന്. പക്ഷെ ഇത് കുറച്ചുകൂടി നല്ല കറക്റ്റ് ആയിട്ടാണ് നെക്ക് വന്നിട്ട്, ഇറങ്ങിയിട്ടുമില്ല, അതേപോലെയാണ്. പക്ഷെ എന്നാൽ ഒരുപാട് വൈഡും അല്ല, ഈ ഒരു നെക്കാണ് വരുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാൻ ഒന്നും കൂടി പറയാം. കളർ വന്നിട്ട് ഒരു ബ്ലാക്ക് ഷെയ്ഡാണ്. ബ്ലാക്കിൽ ഫുൾ പ്രിന്റ് ആണ്, പ്യോർ കോട്ടൺ ആണ്. സൈഡ് സ്ലിറ്റ് വന്നിട്ടുള്ള പാറ്റേൺ ആണ്. ടോപ്പ് വിത്ത് ലൈനിങ്, സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ്. സ്ലീവിന്റെ എൻഡിലും നെക്കിലും ഈ ഒരു 3 പീസ് പാനൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നതിലെല്ലാം പൈപ്പിംഗ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള കുർത്തിയാണ്. അപ്പോൾ ഇതാണ് ഞാൻ വേറെ ഇരിക്കുന്ന കുർത്തി എന്ന് പറയുന്നത്. ഞാൻ ഇതിൻ്റെ കൂടെ വേറെ ഇരിക്കുന്ന റെഡ് ആണ്. റെഡും ഓക്കെയാണ്, പക്ഷെ കൂടുതൽ ഭംഗി വരും ഒരു മജന്ത ഷെയ്ഡ് ബോട്ടോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും.
അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു പാറ്റേൺ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഞാൻ ഈ വേറെ ഇരിക്കുന്ന സൈസ് 40 സൈസ്. അപ്പൊ എല്ലാം ഓക്കെ അല്ലേ? പിന്നെ അവൈലബിൾ ആയിട്ടുള്ള സൈസസ് എന്ന് പറയുന്നത് മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ, ട്രിപ്പിൾ എക്സൽ. റേറ്റ് വന്നിട്ട് 740 ആണ് വരുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ നിങ്ങൾ കമന്റ് ഇടുമ്പോഴായിരിക്കും ഞാൻ ആലോചിക്കുന്നത്, അയ്യോ ഇത് ഞാൻ പറഞ്ഞില്ലല്ലോ എന്നുള്ളത്. പക്ഷെ എല്ലാം വന്നിട്ട് പെട്ടെന്ന് വന്നിട്ടാണ് ഇതെല്ലാം എടുക്കുന്നത് കേട്ടോ. ഈ വീഡിയോ എടുക്കുന്നതെല്ലാം നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്യാൻ വെക്കുമ്പോൾ ഷോപ്പിൽ വെച്ചിട്ടാണ് വീഡിയോസ് എടുക്കുന്നത്. അപ്പോൾ ഷോപ്പിൽ തിരക്കാവുമ്പോഴത്തേനും എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ അതൊക്കെ കൊണ്ടാണ്. അപ്പോൾ അതും എല്ലാം ക്ലിയർ ചെയ്യണം ഉടനെ തന്നെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കളക്ഷൻസും കാര്യങ്ങളെല്ലാം. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഈ കാണിച്ച പാറ്റേൺ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക, താഴെ കാണിക്കുന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.